ചന്ദ്രിക ദിനപത്രം 2025 ഓഗസ്റ്റ് 25 തിങ്കൾ. അതെ, ബാബറും ഹുമയൂണും അക്ബറും ഷാജഹാനും ഔറംഗസീബുമെല്ലാം വാണ ചരിത്രഭൂമികയിൽ മഹാത്മജിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമെല്ലാം ഭരിച്ച തട്ടകത്ത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന വലിയ മനുഷ്യസ്നേഹിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള പുതിയ പാർട്ടി ആസ്ഥാനം പുതുചരിതമാണ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ കനകാധ്യായം. കമാൽ വരദൂർ എഴുതുന്നു. കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ നിന്നും ഡൽഹിക്കുള്ള യാത്ര. എയർ ഇന്ത്യയുടെ AI 9933 ഫ്ലൈറ്റിൽ ആദ്യം ഹൈദരാബാദിലേക്ക്. വിമാനത്താവള ലോഞ്ച് നിറയെ ഹരിത പതാകയെ നെഞ്ചിലേറ്റുന്നവർ. കരിപ്പൂരിൽ നിന്നും നേരിട്ട് വിമാനം ഡൽഹിക്കില്ലാത്തതിനാൽ ഹൈദരാബാദ് വഴിയും ബംഗളൂരു വഴിയും ഇന്ദ്രപ്രസ്ഥത്തിലെത്താൻ വിദൂര ദിക്കുകളിൽ നിന്നും എത്തിയവർ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ജനകീയ പ്രസ്ഥാനത്തിന് രാജസ്ഥാനത്തൊരു കേന്ദ്രമന്ദിരം വരുമ്പോൾ എന്ത് ത്യാഗം സഹിച്ചും അത് നേരിൽ കാണാൻ കൊതിച്ചവർ. 1948 ചെന്നൈയിലെ രാജാജി ഹാളിൽ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ കാർമ്മികത്വത്തിൽ IUML രൂപം കൊണ്ട ഗാഥകൾ ഞങ്ങൾക്ക് കേട്ടറിവാണെങ്കിൽ മഹാനായ നേതാവിൻ്റെ നാമധേയത്തിൽ പിറവിയെടുക്കുന്ന ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം കാണണമല്ലോ എന്ന് സ്നേഹത്തോടെ പറയുന്നവരുടെ സാന്നിധ്യത്തിൽ വിമാനം നിറയെ പാർട്ടിക്കാർ. 1 മണിക്കൂറും 10 മിനിറ്റുമെടുത്ത് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലെത്താൻ. സമയം പോയതേ അറിഞ്ഞില്ല. അടിമുടി രാഷ്ട്രീയ വർത്തമാനങ്ങളിൽ ആരെങ്കിലും ഉറങ്ങിയോ എന്ന് സംശയം. 3 മണിക്കൂർ അവിടെ കാത്തിരിപ്പ് സമയമുണ്ടായിരുന്നു. ആർക്കും പരാതികളോ പരിഭവങ്ങളോ ഇല്ല. കണക്ഷൻ ഫ്ലൈറ്റും പൂർണ്ണ മുസ്ലിം ലീഗ്. ആന്ധ്ര, തെലുങ്കാന എന്നിവിടങ്ങളിലെ നേതാക്കൾ. നിശ്ചയിച്ച സമയത്തിൽ നിന്നും അരമണിക്കൂർ മുൻപ് ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തി. കരോർബാഗിലെ ഹോട്ടലിൽ നിറയെ അതിഥികൾ. രാവിലെ 86 ദരിയാഗഞ്ചിലെ ഷോംലാൽ റോഡിലെ പുതിയ ആസ്ഥാനത്തെത്തിയപ്പോൾ അത്ഭുത കാഴ്ചകൾ. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും സാക്ഷി നിർത്തി വലിയ മന്ദിര കവാടത്തിൽ പാർട്ടിയുടെ ദേശീയ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീനും ചേർന്ന് പാർട്ടി പതാക ഉയർത്തുന്നു. ചരിത്രമുറങ്ങുന്ന ഡൽഹിയിൽ ആഗസ്റ്റ് 24 സാക്ഷി നിർത്തിയ മറ്റൊരു ചരിത്ര മുഹൂർത്തം. ചില കണ്ണുകൾ നനയുന്നുണ്ടായിരുന്നു. ചിലർ ദിഗന്തം മുഴങ്ങുമാർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. ചിലർ ഇരു കരങ്ങളും മേൽപോട്ടുയർത്തി നാഥന് നന്ദി പറയുന്നുണ്ടായിരുന്നു. പിന്നെ അകത്ത് പ്രാർത്ഥന. വൈകിട്ടായിരുന്നു ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ്. ഡൽഹിയിലെ ഏറ്റവും വലിയ കളിമുറ്റങ്ങളിലൊന്നായ ജവഹർലാൽ നെഹ്റു പ്രാന്തയത്തിലെ ഇൻഡോർ സ്റ്റേഡിയം. 2010 ഡൽഹി ആതിഥേയത്വം വഹിച്ച കോമൺവെൽത്ത് ഗെയിംസ് റിപ്പോർട്ട് ചെയ്യാനായിരുന്നു അവസാനമായി ഇവിടെ എത്തിയത്. അന്ന് അഹമ്മദ് എന്ന വലിയ നേതാവും ഇതേ വേദിയിലുണ്ടായിരുന്നു. രാജ്യതലസ്ഥാനത്ത് പാർട്ടിക്ക് വലിയ വിലാസം സമ്മാനിച്ച അദ്ദേഹത്തെയും സ്മരിച്ച നമ്പർ 10 ജനപദ് വഴിയെ അക്ബർ റോഡിലൂടെ ഉദ്ഘാടന വേദിയിലെത്തിയപ്പോൾ അവിടെയും ജനസമുദ്രം. കാർമേഘാവൃതമായ ആകാശം വലിയ ചടങ്ങിന് കാരുണ്യമായി ഒന്ന് പെയ്തു മാറി നിന്നു. കപിൽ സിബൽ എന്ന സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ്റെ അനർഗളം നിർഗളിക്കുന്ന വാക്കുകളിലൂടെ തുടക്കം. PK കുഞ്ഞാലിക്കുട്ടി സ്വാഗത ഭാഷണത്തിന് പിന്നാലെ സെയ്ദ് സാദിഖ് അലി തങ്ങളുടെ ഉദ്ഘാടനം, പ്രൊഫസർ ഖാദർ മൊയ്തീൻ്റെ അധ്യക്ഷത, പിന്നീട് KC വേണുഗോപാലിലൂടെ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖരുടെയെല്ലാം അഭിസംബോധന. ഒന്നുറപ്പ്, ഇത്തരത്തിലൊരു വിസ്മയ സംഗമം ഡൽഹി പോലെ ഒരു നഗരത്തിൽ അച്ചടക്കപൂർണ്ണം സംഘടിപ്പിക്കാൻ മുഖ്യധാരയിലെ വലിയവർക്ക് പോലും എളുപ്പമല്ല. രാത്രി വൈകി സൂഫി സംഗീതവും ആസ്വദിച്ച സ്റ്റേഡിയം വിടുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന കൂട്ടായ്മയുടെ മുദ്രാവാക്യം ഉയരുന്നുണ്ടായിരുന്നു. അതെ, ബാബറും ഹുമയൂണും അക്ബറും ഷാജഹാനും ഔറംഗസീബുമെല്ലാം വേണ ചരിത്രഭൂമിയിൽ മഹാത്മജിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമെല്ലാം ഭരിച്ച തട്ടകത്ത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന വലിയ മനുഷ്യസ്നേഹിയുടെ ചിത്രം ആലേഖനം ചെയ്തുള്ള പുതിയ പാർട്ടി ആസ്ഥാനം പുതുചരിത്രമാണ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ തങ്കാധ്യായം. തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം KVA അസീസ് ചുങ്കത്തറ.